ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച ഇറാന്റെ നിർദ്ദേശങ്ങൾ അമേരിക്ക നിരസിച്ചതായി റിപ്പോർട്ട്. രാജ്യാന്തര ജലപാത ഇറാനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് യുഎസ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ഖരാച്ചി ഒമാന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷം ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച് ഇറാൻ 3 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, ആണവ ചർച്ചകൾ മാറ്റിവെക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീടുള്ള ഘട്ടത്തിലേക്ക് മാറ്റിവെക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. മധ്യസ്ഥരായ പാകിസ്ഥാൻ മുഖേനയാണ് യുഎസിന് ഈ നിർദ്ദേശം കൈമാറിയത്. എന്നാൽ രാജ്യാന്തര ജലപാത നിയന്ത്രിക്കാൻ ഇറാന് കഴിയില്ലെന്ന് യുഎസ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇതും അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. ഇതിനിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാനിയൻ ജനത അവരുടെ പരമാധികാരത്തിനായി ധീരമായി പോരാടുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. ഈ വിഷമഘട്ടവും തരണം ചെയ്ത് ഇറാൻ സമാധാനം കണ്ടെത്തും. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും റഷ്യ നടത്തുമെന്നും പുടിൻ അറാക്ചിയോട് പറഞ്ഞതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ ഒമാൻ ഭരണാധികാരിയുമായും ഇറാൻ സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.